പക്ഷേ നിങ്ങളുടെ അലർജിക്കുള്ള കാരണം നിങ്ങളെ കാറിനകത്തായിരിക്കാം. നിങ്ങൾ കാറിൽ കയറി ഉടനെ തന്നെ നിങ്ങൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. എന്താണെന്നറിയോ? ഒരു കാരണവശാലും AC നിങ്ങൾ ഡയറക്റ്റ് ഓൺ ആക്കരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ കാറിന്റെ വിൻഡോ 1-2 മിനിറ്റ് ഓപ്പൺ ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ്. ക്ലോസ്ഡ് സ്പേസ് ആണല്ലോ, അപ്പൊ നമ്മൾ എയർ സർക്കുലേഷൻ നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ACയുടെ വിൻഡോ ഓൺ ആക്കുക. പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ACയുടെ വിൻഡോ ഡയറക്റ്റ് നിങ്ങളുടെ ഫേസിലേക്ക് ഒരു കാരണവശാലും തുറന്നിടരുത്. അതുപോലെ തന്നെ നിങ്ങൾ ACയുടെ ഫിൽറ്റർ നിങ്ങൾ ഒരു 6 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം. കാരണം ഈ ഫിൽറ്ററിനകത്ത് പൊടിപടലങ്ങൾ, പൂമ്പൊടി, അതുപോലെ ഈ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കൂടുതലാകുന്ന കാരണം കൂടുതൽ ഫംഗസിന്റെ ഗ്രോത്ത് ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഓൺ ആക്കുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്കാണ് ഇതൊക്കെ വരിക. തുമ്മലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ നമ്മൾ എന്തായാലും 23 മുതൽ 25 ഡിഗ്രി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഈ അലർജി ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് വരുമ്പോൾ തന്നെ ചില ആളുകൾ മൂക്കിലെ സ്ഥലങ്ങളൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തുമ്മൽ വരാനുള്ള സാധ്യതയുണ്ട്. നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെ ഉണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ തണുത്തൊരു ക്ലൈമറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തുമ്മലും മൂക്കൊലിപ്പൊക്കെ കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാർ വാഷ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, ഈ അലർജിയുള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒപ്പം അലർജിയുടെ സിംറ്റംസ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അലർജിക്ക് മരുന്നുകൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാറ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉള്ള അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അലർജി കാരണം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും.